നിലമ്പൂർ യാത്രക്കാരുടെ രാത്രി യാത്രാ പ്രശ്നത്തിന് പച്ചക്കൊടി. യാത്രക്കാരുമായി എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് നീട്ടിയ മെമു ഷൊർണൂരിൽ നിന്നും കുതിച്ചു തുടങ്ങി. ഉത്സവാന്തരീക്ഷത്തിൽ ആദ്യ സർവീസിന് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൊടിവീശി. എറണാകുളം തൃശൂർ മേഖലയിൽ നിന്ന് രാത്രി നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് ആശ്വാസമായാണ് പുതിയ മെമു സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി മുതൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ ആശ്രയിക്കാതെ മെമുയിൽ പോകാം എന്നതാണ് ഏറെ ആശ്വാസകരം. 8:35 ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന കന്നി സർവീസ് രാത്രി 10:05 നിലമ്പൂരിലെത്തും. പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന മടക്ക സർവീസ് 4:55 ഷൊർണൂരിലെത്തും. മടക്കയാത്രയിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമേ സ്റ്റോപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ. മെമുവിന്റെ കന്നി യാത്രയ്ക്ക് ഷൊർണൂരിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പച്ചക്കൊടി വീശി. The extended Memo train service from Sherman Junction to Nilambur. MP VK ശ്രീകണ്ഠൻ, MLA P മമ്മിക്കുട്ടി, നഗരസഭാ ചെയർമാൻ ജയപ്രകാശ് തുടങ്ങി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരുമടക്കം നിരവധി ആളുകളാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മെമുവിന്റെ കന്നിയാത്രക്കെത്തിയത്. രാത്രി പുതിയ ട്രെയിൻ ആരംഭിച്ച പശ്ചാത്തലത്തിൽ നിലവിൽ രാത്രി 8:15 സർവീസ് നടത്തിയിരുന്ന ഷൊർണൂർ നിലമ്പൂർ റോഡ് ട്രെയിനിന്റെ സമയക്രമം 1 മണിക്കൂർ നേരത്തെയാക്കിയിട്ടുണ്ട്. അതേസമയം മെമു സർവീസിന്റെ സമയക്രമം പുതുക്കണമെന്ന ആവശ്യം ശക്തമാണ്. നിലവിലെ ട്രെയിനുകൾക്കും പ്രയാസമാകും. ഷൊർണൂരിൽ നിന്നുള്ള പുറപ്പെടൽ 9:15 ആക്കിയാൽ വന്ദേ ഭാരതിന് കണക്ഷൻ ലഭിക്കും. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്, തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയ്ക്കും കണക്ഷൻ ഉറപ്പിക്കാം. പുതിയ മെമുവിന് തൊടികപ്പുലം, തുവ്വൂർ, വാടാനക്കുറിശി എന്നിവിടങ്ങളിൽ കൂടി സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഷൊർണൂർ മെമു വണ്ടി നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന നിലമ്പൂർ മൈസൂരു റെയിൽവേ ആക്ഷൻ കൗൺസിലും ട്രെയിൻ ടൈം കൂട്ടായ്മയും ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചേഴ്സ് അസോസിയേഷനും നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടാൻ റെയിൽവേ തീരുമാനമെടുത്തത്. M5 ന്യൂസ്, മലപ്പുറം.